ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ബ്രീതിങ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ബ്രീതിങ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രാക്ടീസിങ് എങ്ങനെയാണെന്ന് കാണാം. ഡീപ്പ് ബ്രീതിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ട്രൈ ചെയ്യാം. ഗാഢശ്വസനം നടത്താൻ ഈ സ്റ്റെപ്പുകളിലൂടെ വ്യായാമം പരിശീലിക്കുക. ആദ്യം സുഖമായ ഒരു പൊസിഷനിൽ ഇരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം. ശരീരവും മനസ്സും ശാന്തമാക്കുക. നിങ്ങളുടെ ശ്വസന പ്രക്രിയ മാത്രം ശ്രദ്ധിക്കുക. ദീർഘമായി ശ്വാസം വലിച്ചെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ശ്വാസോച്ഛ്വാസത്തിലായിരിക്കണം. ശ്വസന വ്യായാമത്തിന് ആദ്യമായി ദീർഘമായി പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ദീർഘമായി പതുക്കെ ശ്വാസം പുറന്തള്ളുക. ഈ ദീർഘശ്വസനത്തിന്റെ സമയം അധികപ്പെടുത്തുക. ഈ വ്യായാമം പതുക്കെയും താളാത്മകമായും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് ഗാഢശ്വസന വ്യായാമം ചെയ്യുന്നത്. 9 തരത്തിലുള്ള ഗാഢശ്വസന വ്യായാമങ്ങൾ യോഗയിലുണ്ട്. ഇതിലൂടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും തുലനതയെയും പ്രതിരോധ ശക്തിയെയും മെച്ചപ്പെടുത്താം. ഒന്നാമത്തേത് നാഡീശോധന പ്രാണായാമ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ്. വിരലുകൾ കൊണ്ട് ഇടത് മൂക്ക് അടച്ചുപിടിച്ച് വലത് മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക. എന്നിട്ട് വലത് മൂക്ക് അടച്ചുപിടിച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഉജ്ജയി പ്രാണായാമം അല്ലെങ്കിൽ സമുദ്രശ്വാസം. വായയിലൂടെ വായു വലിച്ചെടുത്ത ശേഷം തൊണ്ട വഴി മൂക്കിലൂടെ വായുവിനെ പുറന്തള്ളുക. മൂന്നാമത്തേത് ശീതളി കുംഭക് അല്ലെങ്കിൽ കൂളിംഗ് ബ്രെത്ത്. നിങ്ങളുടെ നാക്ക് നീളത്തിൽ മടക്കി ഒരു കുഴൽ പോലെയാക്കി വായുവിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ചുണ്ടുകൾ അടച്ച് പുറത്തേക്ക് നിശ്വസിക്കുക. നാലാമതായി ശീത്കാരി കുംഭക അല്ലെങ്കിൽ ഹിസ്സിംഗ് ബ്രെത്ത്. പല്ലുകൾ മുറുകെ പിടിച്ച് അതിനിടയിലൂടെ ശ്വാസം വലിച്ചെടുക്കുക. പിന്നീട് വായ അടച്ചു പിടിച്ച് ശ്വാസം മൂക്കിലൂടെ പുറത്തു കളയുക. അഞ്ചാമത് ഭ്രമരി അല്ലെങ്കിൽ ഹമ്മിങ് ബ്രെത്ത്. ശ്വാസം വലിച്ചെടുത്ത് ഷൺമുഖി മുദ്ര കൊണ്ട് മുഖം പിടിച്ച് ശ്വാസം പിടിച്ചു വയ്ക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ച മൂളുന്നത് പോലെ ശബ്ദമുണ്ടാക്കുക. ആറാമത്തേത് ഭസ്ത്രിക അല്ലെങ്കിൽ ബെല്ലോസ് ബ്രെത്ത്. വളരെ ശക്തിയോടെ വയറ്റിലെ പേശികൾ ഉപയോഗിച്ച് ആഴത്തിലും സമഗ്രമായും ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക. ശ്വസിക്കുമ്പോൾ വയറ് പുറത്തേക്ക് നീങ്ങുന്നു. അതേസമയം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകുന്നു. 7 സൂര്യഭേദനം അല്ലെങ്കിൽ സോലാർ ബ്രെത്ത്. വലത് നാസാരന്ധ്രം മാത്രം ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ് സൂര്യഭേദനം. മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ച് ഇടത് നാസാരന്ധ്രം അടയ്ക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുത്ത് അത് അടച്ച് ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. 8 ചന്ദ്രഭേദനം അല്ലെങ്കിൽ ലൂനാർ ബ്രെത്ത്. ഇടത് മൂക്കിലൂടെ മാത്രം ശ്വസിക്കുന്ന വിദ്യയാണ് ചന്ദ്രഭേദനം. തള്ളവിരൽ ഉപയോഗിച്ച് വലത് നാസാരന്ധ്രം അടയ്ക്കുക. ശ്വാസം ഇടത് മൂക്ക് വഴി വലിച്ചെടുത്ത് അത് അടച്ച് വലത് മൂക്ക് വഴി പുറത്തു കളയുക. അവസാനത്തേത് ആക്റ്റീവ് യോഗിക് ബ്രീതിങ്. ശ്വസന വ്യായാമത്തിന്റെ ഗുണഫലങ്ങൾ. മനസ്സിന്റെ പിരിമുറുക്കം അയച്ച് ശാന്തത നൽകുന്നു. ശ്വസന വ്യായാമങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. കോശങ്ങളിലേക്കുള്ള ഓക്സിജന്റെയും പോഷകങ്ങളുടെയും വിതരണം ത്വരപ്പെടുത്തുന്നു. മാലിന്യങ്ങളെ അകറ്റുന്നു. അതുവഴി തലച്ചോറിന്റെയും കണ്ണുകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുന്നു. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു.
ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു, നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു, രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ ഊർജം നൽകുന്നു, എല്ലാ അവയവങ്ങളും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, ദഹനപ്രക്രിയയെ ത്വരപ്പെടുത്തുന്നു, തലവേദന പോലെയുള്ള രോഗാവസ്ഥകളെ കുറയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഡീപ് ബ്രീതിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനിയും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.